ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്. ഗാന്ധിയൻ തത്വങ്ങളുടെ ദാർശനിക അടിത്തറയാണ് നമ്മളിനി നോക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ സാമൂഹികവും രാഷ്ട്രീയവുമായ പ്രത്യയശാസ്ത്രം ബഹുമുഖവും അതുല്യവുമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തെ ആഴത്തിലുള്ള സാമൂഹികവും ധാർമ്മികവുമായ പരിഗണനകളെ സമന്വയിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയുടെ പ്രത്യേകതകളാണ് നമ്മളിനി പരിശോധിക്കുന്നത്. ഗാന്ധിയുടെ തത്വങ്ങളുടെ ദാർശനികമായ വളരെ പ്രധാനപ്പെട്ട അടിത്തറകളാണ് നമ്മൾ നോക്കുന്നത്. ആ അടിത്തറകൾ വളരെ വിപുലമായതാണ്, വളരെ ബഹുമുഖമായതാണ്. അവ ഓരോന്നുമാണ് നമ്മളിനി നോക്കുന്നത്. ഒന്ന്, ഉൾക്കൊള്ളലിൻ്റെ ദേശീയതയുടെ ആശയത്തിൻ്റെ അടിത്തറയാണ് അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾക്കുള്ളത്. സ്വാതന്ത്ര്യ സമരത്തിൽ വൈവിധ്യമാർന്ന മനുഷ്യരെ ഉൾക്കൊള്ളുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ തത്വം. അതല്ലാതെ ആരെയെങ്കിലും പുറത്താക്കലിൻ്റെ ആശയമല്ല അദ്ദേഹം ഉയർത്തിയത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പുറത്താക്കണം എന്ന് പറയുന്ന ആശയമല്ല. ചേർത്തുപിടിക്കലിൻ്റെ, വൈവിധ്യമാർന്ന മനുഷ്യരെ ഉൾക്കൊള്ളലിൻ്റെ വളരെ വിശാലമായ ഉൾക്കൊള്ളലിൻ്റെ കാഴ്ചപ്പാടാണ്, ഉൾക്കൊള്ളലിൻ്റെ ദേശീയതാ സങ്കല്പമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത്. അതല്ലാതെ പുറത്താക്കലിൻ്റെ ആശയമല്ല. ഒരു പൊതു ആവശ്യത്തിന് കീഴിൽ ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ബ്രിട്ടനെതിരെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ഒന്നിപ്പിക്കുന്നത് അത് ആരെങ്കിലും പുറത്താക്കിക്കൊണ്ടല്ല, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ബ്രിട്ടനെതിരാണെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ്. ബ്രിട്ടൻ്റെ ഭരണത്തിന് നിങ്ങൾ എതിരാണോ? നിങ്ങളിനി ബ്രിട്ടീഷുകാരനായ ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരാണോ? എങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം ഒരു നിലക്കും വിഭജനത്തിൻ്റെ യുക്തിയെ ഉൾക്കൊണ്ടിരുന്നില്ല. അദ്ദേഹം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ, അത് എവിടെയുള്ള മനുഷ്യനാണെങ്കിലും, നിങ്ങൾ ബ്രിട്ടനെതിരാണോ? നിങ്ങൾ ഇന്ത്യൻ ദേശീയതയുടെ വക്താവായിട്ടാണ് ഗാന്ധി കണ്ടത്. നിങ്ങൾ വീട്ടിലിരുന്ന് നൂല് നൂൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രിട്ടനെതിരാണ്. അങ്ങനെ അബാലവൃദ്ധം മനുഷ്യരെ, അബാലവൃദ്ധം ജനങ്ങളെ, സാധാരണക്കാരെ, സ്ത്രീകളെ, അവരെല്ലാവരെയും, എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ദാർശനിക അടിത്തറ എന്ന് പറയുന്നത് ഉൾക്കൊള്ളലിൻ്റെ, ചേർത്തുപിടിക്കലിൻ്റെ ദേശീയതയാണ്. മറ്റൊന്ന്, സാമൂഹ്യ ഘടനയോടുള്ള വിമർശനമാണ്. ഗാന്ധി ബ്രിട്ടീഷ് ഭരണത്തെ എതിർക്കുക മാത്രമല്ല ചെയ്തത്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അടിച്ചമർത്തൽ സാമൂഹ്യ മാനദണ്ഡങ്ങളെയും പാരമ്പര്യങ്ങളെയും അരാജകത്വങ്ങളെയും അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു. അദ്ദേഹം സാമൂഹിക അനീതികളെ ഇല്ലാതാക്കാൻ നിരന്തരം ശ്രമിച്ചു. ഇതും ഗാന്ധിയൻ തത്വങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദാർശനിക അടിത്തറയാണ്. അതല്ലാതെ ബ്രിട്ടനെ മാത്രം എതിർക്കുകയല്ല അദ്ദേഹം ചെയ്തത്, ഇന്ത്യയിലുള്ള എല്ലാവിധ അനീതികളെയും എല്ലാം അദ്ദേഹം ശക്തമായി എതിർത്തു എന്നതാണ് ഗാന്ധിയൻ തത്വങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദാർശനിക അടിത്തറ എന്ന് പറയുന്നത്. ഗാന്ധിയുടെ മതവീക്ഷണങ്ങൾ അത് ഗാന്ധിയുടെ ആത്മീയമായ വീക്ഷണമായിരുന്നു. അത് വിശാലമായ കാഴ്ചപ്പാടായിരുന്നു. അത് ഗാന്ധിയുടെ തത്വങ്ങളുടെ അടിസ്ഥാന ദാർശനിക തത്വമായിട്ട് തന്നെ ഈ മതവിശ്വാസവും, അദ്ദേഹം നിരന്തരമായിട്ട് റാം റാം എന്ന് വിളിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹം വിളിച്ച രാമൻ അത് സ്നേഹത്തിൻ്റെ രാമനായിരുന്നു. അതല്ലാതെ മനുഷ്യരെ വിഭജിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യമായിരുന്നില്ല. ഇന്നത്തെ ജയ് ശ്രീരാം വിളിയല്ല ഗാന്ധി വിളിച്ച രാമൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീക്ഷണം പക്ഷേ വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ തത്വങ്ങളുടെ ദാർശനികമായ അടിത്തറയുടെ ഭാഗമായിരുന്നു. മറ്റൊന്ന്, ധാർമ്മികമായ അടിത്തറകളാണ്. ഗാന്ധിയൻ സമീപനം ധാർമ്മികതയിൽ ആഴത്തിൽ വേരൂന്നിയതായിരുന്നു. സത്യം, അഹിംസ തുടങ്ങിയ ധാർമ്മിക തത്വങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരുന്നത്. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഒരു മാർഗമായി അദ്ദേഹം സ്വയം ശുദ്ധീകരണത്തിൽ വിശ്വസിക്കുകയും സാമൂഹ്യ പുരോഗതിയുടെ അടിസ്ഥാനമായി ധാർമ്മിക അച്ചടക്കത്തിനായി വാദിക്കുകയും ചെയ്തു. ഇതും ഗാന്ധിയൻ തത്വങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ദാർശനിക അടിത്തറയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. മൊത്തത്തിൽ ഗാന്ധിയുടെ തത്വചിന്ത, ആത്മീയ മൂല്യങ്ങൾ, ധാർമ്മിക തത്വങ്ങൾ, സാമൂഹ്യ പരിഷ്കരണങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, മതവിശ്വാസം എല്ലാം ചേർന്നുകൊണ്ടൊരു മിശ്രിത രൂപമായിരുന്നു. ഇത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ ഊർജവുമായിരുന്നു. ഗാന്ധിയുടെ തത്വങ്ങൾക്ക് ഇങ്ങനെ വലിയ ദാർശനികമായ അടിത്തറ
ഉണ്ടായിരുന്നു. ഗാന്ധി വളരെ വിശാലമായ ഈ കാഴ്ചപ്പാടുകൾ നിർമ്മിച്ചത് ഈ ഒരു ദാർശനികമായ അടിത്തറയിൽ നിന്നുകൊണ്ടായിരുന്നു. ഈ ദാർശനികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയ തത്വങ്ങളെക്കുറിച്ച് നമുക്കിനി ഓരോന്നോരോന്നായിട്ട് നോക്കാം. സത്യാഗ്രഹം, നോൺ വയലൻസ്, ട്രസ്റ്റിഷിപ്പ്, അങ്ങനെ തുടങ്ങിയിട്ട് ഹിന്ദു സ്വരാജ്, സ്വദേശി തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ തത്വങ്ങളെ നമുക്ക് വിശദമായിട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.